ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദിവസകാഴ്ച ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റാണ്. അതായത് പാലിൻ്റെ അകത്ത് 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച്, ഞാൻ സിനമൺ സ്റ്റിക്കിൻ്റെ പൊടിയല്ല ഇട്ടത്, പട്ടപ്പൊടിയല്ല ചേർത്തത്, ഇച്ചിരി ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. ഏലക്കാപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ബ്രെഡ് മുക്കി ടോസ്റ്റ് ചെയ്തെടുക്കും. ചൂടോടെ കഴിക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. വളരെ എളുപ്പത്തിൽ ഞാൻ ഇപ്പം ജയിച്ചാണെങ്കിൽ ചിരിക്കും. 2 തവ വെച്ചങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നങ്ങ് ഉച്ചക്കത്തേക്ക് ഉള്ളൊരു പരിപാടിയിലായി ഒരു രസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പുളി, നല്ല ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഞാൻ ഈ തിളച്ച അരിയുടെ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചതിൻ്റെ മണ്ടയിൽ ഈ പുളിവെള്ളം കൂടെ വെക്കുമ്പം അതൊന്ന് മെൽറ്റായിട്ട് പെട്ടെന്ന് കിട്ടും. അതൊന്ന് അരിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം ഈ പുളി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ പോട്ടെന്ന് പറയാം. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുളിയാകുമ്പം അതിനെ വിശ്വസിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ 2-3 പ്രാവശ്യം അരിച്ചിട്ടും അതിൻ്റെ അടിയിൽ ഇങ്ങനെ തരി മണലുണ്ട്. അങ്ങനെ ഞാൻ വലിയ അരിപ്പയില ആദ്യം അരിച്ചത്. പിന്നെ ഞാൻ ചായയും കൊണ്ട് അരിക്കുന്ന കുഞ്ഞു കിഴുത്തുള്ള അതും കൊണ്ടും അരിച്ച് ലാസ്റ്റ് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഏതാണ്ട് കണ്ടോ, അതെല്ലാം തരി മണലാണ്. ഒരു 2-3 പ്രാവശ്യം ഒഴിച്ചാൽ പൊടിക്കകത്ത് മണ്ണ് കണ്ട ചരല് കണ്ടോ. ഇതെന്തുവാന്നുള്ളതാണ്. ഇത്ര ഇഞ്ചി ഞാൻ നന്നായി കഴുകി കുറച്ച് തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കാൻ പോവാം. ഞാൻ അവിടെ എവിടെയൊക്കെയുള്ള തൊലികളെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കല്ലേ, എന്താ തൊലി കളയാഞ്ഞത്? നിങ്ങൾ മൊത്തം തൊലി കളയണമെങ്കിൽ ചെയ്തോ. ഞാനങ്ങ് മൊത്തം ചെയ്തില്ലെന്നേ ഉള്ളൂ. ഒരു ഇച്ചിരി തൊലി അവിടെയൊക്കെ കാണും. അതൊന്ന് നന്നായി ഇങ്ങനെ ചതച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് തിളപ്പിക്കട്ടെ. അപ്പം ഇതൊരു ഔഷധമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം ഇച്ചിരി കോൾഡിനും ചുമയ്ക്കൊക്കെ ഇത് നല്ലതാണ്. ഞാനിത് ചോറിലൊഴിക്കാതെ ഗ്ലാസ്സിൽ കുടിക്കുക കൂടുതലും ചെയ്യുന്നത്. ഇവിടെ പ്രൈസമോന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പക്ഷേ പോളിന് നേരെ കൂട്ടുമെന്നാലും അവൻ ചോദിക്കുകയോ മോരില്ലയോ. അവൻ എന്തുവാ മോരിൻ്റെ അകത്തൊന്നും ഇത്രയും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള രസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ചോറിൻ്റെ അകത്ത് ഒഴിക്കാനല്ല. ഞാൻ പിള്ളേർക്കൊക്കെ പ്രൈസമോൻ അല്ലെങ്കിലും ചോറിലൊഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ ഇച്ചിരി ഗ്ലാസ്സിൽ കുടിക്കാനൊക്കെ കൊടുക്കും. കാരണം നല്ലതല്ലേ കുരുമുളകും ഇഞ്ചിയും ഒക്കെ ചേരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയും, സാധാരണ കുരുമുളകൊക്കെ ചതച്ചാണ് ചേർക്കുന്നത്. എനിക്കിപ്പം ചതച്ച് ഇടാനില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പൊടിച്ചതാണ് അങ്ങ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിക്കും. പലരും പല രീതിയിൽ രസം വയ്ക്കും. ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഞാനീ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഈ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ തിളപ്പിച്ചിട്ട് അരിക്കും. കാരണം ഇവന്മാർ ലാസ്റ്റിൽ കുടിക്കുന്ന ഉടനെ ചോറിലെങ്ങാനാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ. ആ പൊടി നന്നായി പൊടിഞ്ഞ കുരുമുളക് പൊടി ആയതുകൊണ്ട് അത്രയും അറിയാറില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കടുക് വറുത്ത് ചേർക്കാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട്, ഇത് ഒത്തിരി ഓയിലൊന്നുമില്ല കേട്ടോ, ചെറിയ പാത്രം ആയതുകൊണ്ട് അത്രയും തോന്നുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്, ഇത്തിരി കടുകും ചേർത്ത്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇപ്പം ഈ വറക്കുന്ന സമയത്താണ് ചേർക്കുന്നത്. ചതച്ച് വെളുത്തുള്ളി ഒന്നീ ഞാൻ ചതയ്ക്കും, അല്ലെങ്കിൽ വട്ടത്തിൽ ചെറുതായിട്ട് അരി. അപ്പം വെളുത്തുള്ളിയൊക്കെ ഇതിലിട്ടങ്ങ് മൂപ്പിക്കും. ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് ഇതിൻ്റെ അകത്തൊന്ന് മൂപ്പിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് കായപ്പൊടിയും സ്വല്പം ഉലുവാപ്പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഞാൻ രസം വെക്കുമ്പം ഇതൊക്കെ ഇങ്ങനെ വറക്കത്തില്ലേ, നമ്മൾ കടുക് വറക്കത്തില്ലേ, ആ സമയത്ത് ഒരു ടൊമാറ്റോയോ 1-2 ടൊമാറ്റോയോ ഇട്ട് വഴറ്റി ഇത് ചേർക്കും. പക്ഷേ ഇന്ന് ഞാൻ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. പക്ഷേ മല്ലിയില എൻ്റെ കയ്യിലില്ലാതായിപ്പോയി. അപ്പോൾ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലോട്ട് ഒഴിക്കാം.
അപ്പോൾ പുളിയും നന്നായിട്ടുണ്ടെങ്കിലേ, പുളിയും ഉപ്പും എല്ലാം ഒരിത്തിരി നന്നായിട്ടുണ്ടെങ്കിലേ രസമാവത്തുള്ളൂ. അപ്പം രസം റെഡിയായി. ഇനി ഞാനൊരു കാബേജ് തോരനാണ് വെക്കുന്നത്. അതിനായിട്ട് കാബേജൊക്കെ ഞാൻ ഇത്തിരി മുമ്പേ അരിഞ്ഞത്. കാബേജും അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ കുത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് ഞെവിടി വെക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കാബേജ് ഇട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. സവാളയുടെ വിലയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെളുത്തുള്ളിയുടെ വില അങ്ങോട്ട് കുറയുന്നില്ല. ഇപ്പോഴും നല്ല വിലയാണ്. സവാള ഇപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ചത് 30 രൂപ. പക്ഷേ ഒത്തിരി ഉണങ്ങിയ ഉള്ളിയല്ല, പച്ചുള്ളിയാണ്. പക്ഷേ ചിലപ്പോൾ വാങ്ങിക്കുന്ന ഉള്ളി പുറമേ നല്ലതാണെങ്കിലും അകം ലെയറിൽ ഇത്തിരി ഇത് കാണുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ കുഴപ്പമില്ല. സാമാന്യം നല്ല ഉള്ളിയായിരുന്നു. 30 രൂപ. നമ്മൾ നാട്ടിൽ പറയുന്നത് മുട്ടക്കോസ്. പക്ഷേ നാട്ടിലത്തെ മുട്ടക്കോസ് കാബേജും ഇവിടുത്തെ ആയിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ടേസ്റ്റിലാണെങ്കിലും. ഇവിടുത്തെ ചില സമയത്താണെങ്കിൽ കിട്ടുന്നത് നല്ല വെയിറ്റ് ഉള്ളതാണെങ്കിൽ വെള്ളമായിരിക്കും, അത് കൂടുതലും വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഇച്ചിരി ഭാരമില്ലാത്തത് എടുക്കുകയാണെങ്കിൽ വെള്ളം അത്രയും കാണത്തില്ല. ചിലത് എടുക്കുമ്പോൾ ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം കളയാൻ വേണ്ടി ആദ്യം കാബേജ് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കും. എന്നിട്ട് കൈയും കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. അന്നേരം ഇഷ്ടം പോലെ വെള്ളമാണ് പോകുന്നത്. അപ്പം ചിലർ പറയും, അയ്യോ അങ്ങനെ ചെയ്താൽ ഗുണമില്ലല്ലോ എന്ന്. പക്ഷേ എന്താ ഗുണം? ഇതൊക്കെ എത്രമാത്രം കീടനാശിനികളും അതും ഇതുമൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരുവിധം ഓർത്ത് ആ വെള്ളം ഊറ്റി കളയുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഇപ്പം പണ്ടത്തെ നമ്മുടെ നാട്ടിലെ കൃഷി പോലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എവിടെല്ലാം ഇട്ട് എന്തെല്ലാമൊക്കെ ചെയ്താൽ അവർ നമുക്ക് വിപണിയിൽ തരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്ത് ഇതിൻ്റെ അകത്തിട്ട് നല്ല തീയിൽ കുറച്ച് നേരം അങ്ങ് ഇളക്കും. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, ഇച്ചിരി നമ്മൾ ഈ സദ്യക്കൊക്കെ മഞ്ഞൾ ചേർക്കാത്ത കാബേജ് കിട്ടുമല്ലോ, തോരൻ വെളുത്തിരിക്കുന്നത്, അതുണ്ടാക്കി. അയ്യോ, അത് പ്രൈസിന് ഇഷ്ടപ്പെട്ടില്ല. ഈ പിള്ളേർക്ക് എന്തുവാന്ന് എനിക്കറിയത്തില്ല. അവർ കളറിലും മണത്തിലുമൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും ഇപ്പം വെച്ച് പൊളിയും പോട്ടെ, മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. തോരനൊക്കെ ഞാൻ ഇത് കഴിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ. അതെനിക്ക് പോൾമോൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് കിട്ടിയതാണ്. തോരൻ റെഡി. 2-3 ദിവസത്തിന് മുമ്പിട്ട് കൊണ്ടുവന്ന മുന്തിരിങ്ങയാണ്. ആദ്യത്തെ ദിവസം എല്ലാവരും തിന്നും. പിന്നെ ഇത് ഇങ്ങനെ തേക്കലടിച്ച് ഇവിടെ കിടക്കും. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതിങ്ങനെ ഇതളിതളാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്നീ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം ഞാൻ എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കും. നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, കറുത്ത നാരങ്ങ ഗ്രേപ്സ് കൊണ്ടുവരണേന്ന്, ഗ്രീൻ കൊണ്ടുവരുമ്പം. ഇപ്പം ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പറയും ഗ്രീൻ കൊണ്ടുവന്നു. ഇതിനകത്ത് അരിയില്ലാത്തതാണ്. പക്ഷെ ചിലതൊരിത്തിരി മധുരം കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് അടത്തിയിട്ട് അവിടെ വെക്കട്ടെ, വേണ്ടിയവരൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ. ഞാനിപ്പോൾ അടത്തുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 ഞാൻ തിന്ന്. അല്ലാതെ അങ്ങനെ ഞാൻ ഗ്രേപ്സ് കഴിക്കത്തില്ലെന്നല്ല, ഗ്രേപ്സ് അങ്ങ് അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ എനിക്ക് ചുമയും വരും. അപ്പോൾ പ്രേസമ്മോനോട് ഞാൻ പറഞ്ഞു, നീ അവനിപ്പം 12-ാം തീയതി മന്ത്ലി ടെസ്റ്റ് നടക്കുക, അപ്പം പഠിക്കാൻ പറഞ്ഞേക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഞാൻ ചോദിക്കാം, നീ അവിടെ ഇരുന്ന് പഠിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, മമ്മിയുടെ ജോലി ചെയ്തോ, ഞാൻ അപ്പച്ചനെയും കൊണ്ട് ചോദിപ്പിച്ചോളാം. എന്തിനാണെന്നറിയാമോ? അപ്പച്ചൻ ഇങ്ങനെ നോക്കി വായിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇത്തിരി വിട്ടും അവൻ പറഞ്ഞില്ലേലും അപ്പച്ചന് സാരമില്ല. നമ്മൾ ഒരിത്തിരി തെറ്റിയാൽ പറയും ശരിയാക്കടാന്ന്. അതുകൊണ്ട് ആശാൻ അപ്പച്ചനെ സോപ്പിട്ട് പോയി അപ്പച്ചൻ്റെ അടുത്തിരുന്ന് പഠിക്കുക.
The clothes are yours. अरे जब पर डैश किया फिर से बोलो They can get you. Ira's number. Mother told Dash to try the book, to buy the book. പോളിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. നീ എവിടെ പോടാ? ഇത് ഒരെണ്ണമാണോ? ഞാൻ ചിന്തിച്ച് രണ്ടെണ്ണമാണ്. ആ 3 ഇട്ട് കൊണ്ടുപോകുന്നു. 3 പീസാണ്. क्रंच मोड ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രെയർ കഴിഞ്ഞിട്ട് ഈ ബ്രെഡ് പക്കോട എന്ന് പറയും, അതായിരുന്നു. എന്നും ബുർജിയും പാവുമാണ്. അപ്പം ഇന്നതൊരു കുറച്ച് ദിവസം കൊണ്ട് അതായിരുന്നു. അപ്പം ഇന്നിതായിരുന്നു. നല്ല മുരിഞ്ഞതായിരുന്നു, നല്ല ക്രിസ്പി. അത് കഴിഞ്ഞ് മലയാളിക്കടയിൽ വന്ന് ഇച്ചിരി കപ്പയൊക്കെ നോക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. വന്ന ഉടനെ കപ്പയില്ല, ചുമന്ന നമ്മുടെ കപ്പപ്പഴമില്ല, ഏത്തക്കായും പിന്നെ ഏത്തക്കായും കുഞ്ഞു കുഞ്ഞു പിന്നെ ഏത്തക്ക പഴുത്തതും പച്ചയും വാങ്ങിച്ചു. പിന്നെ കൊച്ചുള്ളി കിലോ 100 രൂപ. ഇവിടെ ഏത്തപ്പഴം എത്ര ആയിരുന്നു, 70 90 അത്രയും കണ്ട. പിന്നെ ഞങ്ങളിതൊക്കെ അങ്ങനെ ഒന്നെന്തോ അങ്ങനെ സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. പിന്നെ ഈ ചെറിയ വെട്ട് കേക്ക് വാങ്ങിച്ചു. അല്ലാതെ ഉണ്ണിയപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. 2 കിഴങ്ങതി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് എത്ര കിലോ ഉണ്ടെന്നൊന്ന് നോക്കുന്നു. അപ്പോൾ വെട്ടി നോക്കിയ ഉടനെ അത് പന്നല. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ബ്രെഡ് പക്കോട ഇല്ലേ കഴിച്ചത്. അപ്പം വൈകുന്നേരമാണ് എല്ലാവർക്കും വിശക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞ ദിവസം വീട്ടമ്മ വ്ളോഗിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ എനിക്കും ഒരു കൊതി ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് മാവ് ഇച്ചിരി ഗോതമ്പ് പൊടിയാണ് എടുത്തത്. സാധാരണ എല്ലാവരും മൈദയൊക്കെയല്ലേ എടുക്കുന്നത്. ഞാൻ ഗോതമ്പ് പൊടിയും ഇച്ചിരി നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ, ഇഡലി മാവ്, അതിൽ നിന്ന് 2 സ്പൂൺ മാവും ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പും ഈ പഴം ഒത്തിരി അങ്ങ് പഴുത്തല്ല, ഒരു സ്വല്പം പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി ചെറിയ ജീരകവും ചേർത്ത് അതെല്ലാം ചേർത്ത് അത് നന്നായി ഇളക്കി. പഴം ഞാൻ പറഞ്ഞൊരു ഒത്തിരി അങ്ങ് പഴുത്തതല്ല, അങ്ങ് ചെറിയ പഴവും ഒത്തിരി വലുതുമല്ല. നേരത്തെയൊക്കെ ഇവിടെ ഏത്തക്കാപ്പം ഉണ്ടാക്കിയ പോളും ബ്രേസിനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് പക്ഷേ വിശന്നിരുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും കഴിച്ചു. ഇതിപ്പോൾ ഈ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ, ഈ ഏത്തക്കാപ്പത്തിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ 9 നമ്പറിൻ്റെ ലേഡീസ് എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. അതായത് കുറേ നാളുകൊണ്ട് ഈ കൊറോണ കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് ടുഗദർ ആവട്ടെ ഒന്നും ഞങ്ങളുടെ സൊസൈറ്റി നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് സൊസൈറ്റിയൊക്കെ അന്ന് നോക്കി നടത്താനൊന്നും ആളില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ലേഡീസ് എല്ലാം കൂടെ ചേർന്ന് ഇന്നൊരു ഗെറ്റ് ടുഗദർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഏത്തക്ക ഉണ്ടല്ലേ, ഒരെണ്ണം താണ്ട് ഇങ്ങനെ നീളത്തിൽ, അത് അത്രയും നീളം ഉള്ളായിരുന്നു, 2ആയിട്ട് കീറി, ബാക്കിയുള്ളത് ഇങ്ങനെ 4ആക്കിയൊക്കെ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് മാവി മുക്കി ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ ഇതങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഇന്ന് ഒന്നുമില്ലായിരുന്നു. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോഴും തിന്നുന്ന കാണുമ്പോഴും വലിയ കൊതി ഒന്ന് ഉണ്ടാക്കണമെന്ന് നോക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ട് ജോമാസ് വേൾഡിൽ അവിയൽ കണ്ടുകൊണ്ട് എനിക്ക് ഇനി കുറച്ച് നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഈ ജയേച്ചി എപ്പോഴും ചീര അവിയൽ ഉണ്ടാക്കില്ലേ, അതൊന്നുണ്ടാക്കണമെന്ന്. അപ്പോൾ ചീര അവിയൽ ഉണ്ടാക്കാൻ അവർ ചക്കക്കുരുവും മാങ്ങയും അങ്ങനെയൊക്കെ ഇട്ട്
വേറെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ചീര എങ്ങനെയും വാങ്ങിക്കാൻ, ചക്കക്കുരു ഒന്നും എനിക്ക് കിട്ടത്തില്ല. ചീര മാത്രം ഇട്ട് വെക്കാൻ പറ്റുമോ അതെനിക്കറിയത്തില്ല. ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. ഉണ്ടാക്കിയാലും മിക്കവാറും ഞാൻ മാത്രമേ കഴിക്കൂ, പിന്നെ ഡാഡി കഴിക്കുമായിരിക്കും, ഇവന്മാരൊന്നും കഴിക്കത്തില്ലായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ടേ. ഗോതമ്പൊടിയിലായിരുന്നാലും ടേസ്റ്റൊക്കെ, നമ്മളിപ്പം ഒത്തിരി അങ്ങ് ഇസ്തിരി ഇട്ടൊന്നും നോക്കുന്നില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങ് മൈദയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാൽ അരിപ്പൊടിയിൽ ഉണ്ടാക്കണം അങ്ങനെ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇച്ചിരി ഗോതമ്പൊടി എടുത്ത് ഒരു കോട്ടിങ്ങിന് വേണ്ടി എടുത്ത് പിള്ളേരൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും വിശന്നിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല വേണോ ഇച്ചിരിയും കൂടെ പഞ്ചസാര ചേർക്കായിരുന്നു, അധികം മധുരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഒത്തിരി അങ്ങ് പഴുത്ത് ഊതളാടിയ പഴമല്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് പഴുത്ത് വന്നതേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ല, ഞാനങ്ങ് എടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റിലത്തെ മാവുണ്ടല്ലോ, ഞാനത് മാവ് ഞാനിപ്പം ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ ലേഡീസ് 5 മണിയാകുമ്പം പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. ഞാൻ പിന്നെ വന്നു കഴിഞ്ഞ് അതിങ്ങനെ കോരി ഒഴിച്ച് ഉണ്ടാക്കി കൊടുത്തു. നേരത്തെ ഇവന് ഇഷ്ടമല്ലായിരുന്നു ഈ അത്തിപ്പഴം ഉണങ്ങിയതേ, പച്ച ഒട്ടും ഇഷ്ടമല്ല. അപ്പം അന്നും പച്ച കൊണ്ടുവന്നിട്ട് ഞാനാണ് കഴിച്ചത്. അപ്പോൾ ഇത് ഉണങ്ങിയത് വാങ്ങിച്ചോണ്ടേ, ഉണങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കിസ്മിസ് തിന്നുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ഈ കമ്പയിൽ കോർത്താണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഒന്ന് തിന്നാൻ എടുത്തോണ്ടേ അവൻ പറഞ്ഞു, അവൻ 1-2 എണ്ണം തിന്നു. പക്ഷേ ഇത് നല്ലതാണ് തിന്നാൽ. ചില സമയത്ത് തിന്നും, ചില സമയത്ത് തിന്നത്തില്ല. ഇന്നിപ്പം പറഞ്ഞ് എനിക്കിവിടെ താന്നു. പോള് കൈ കൊണ്ട് തൊടത്തില്ല. ഞാൻ പറഞ്ഞ എടാ കിസ്മിസ് തിന്നുന്ന ടേസ്റ്റാടാ, തിന്നടാ. തിന്നത്തില്ല. 1/4 കിലോ 300 രൂപ. അപ്പോൾ ആശാൻ അവിടെ പഠിച്ചിട്ടൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.